അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ 12 കളഭ മഹോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ 12 കളഭ മഹോത്സവത്തിന് സമാപനമായി. ഇതോടൊപ്പം നടന്നുവന്ന ശങ്കരനാരായണ കലോത്സവം, സംഗീതോത്സവം എന്നിവയ്ക്കും സമാപനമായി. സമാപന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം സുഷമ രാജീവ്, സ്പെഷ്യൽ ഓഫീസർ PN ഗണേശ്വരൻ പോറ്റി, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ S വിമൽകുമാർ, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ P ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്നത് ഒരു നാടിന്റെ സമാധാനപൂർണമായ ഒരു സഞ്ചാരത്തിന്, ഒരു ജനതയുടെ ആത്മീയമായ തലം വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശരിയായ ഒരു ആത്മീയമായ തലം ഒരിക്കലും ഒരു അസഹിഷ്ണുതയോ വിദ്വേഷമോ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുകയില്ല. മനുഷ്യൻ കൂടുതൽ നന്മയിലേക്ക് സഞ്ചരിക്കാനുള്ള വഴി മാത്രമാണ് നിശ്ചയമായും ആ ആത്മീയമായ തലങ്ങൾ സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യപ്പെടുന്നത്. അമ്പലപ്പുഴ എന്ന നാട് നമ്മളെല്ലാം പുറത്തു പോയി സംസാരിക്കുമ്പോൾ MLA എന്ന നിലയ്ക്ക് ഞാൻ പുറത്ത് അമ്പലപ്പുഴ MLA ആണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിൽ അമ്പലപ്പുഴ ക്ഷേത്രം കടന്നു വരും. ചരിത്രപരമായ ഈ നാടിൻ്റെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംസ്കാരത്തിൻ്റെയും ഓരോരോ കാര്യങ്ങളും അമ്പലപ്പുഴ പാൽപായസം ഉൾപ്പെടെ എല്ലാം ഈ ഓരോന്നോരോന്നായിട്ട് കടന്നു വരും. എത്രമാത്രം പ്രാധാന്യം കേരളത്തിലെ ആരാധനാലയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്, എത്രമാത്രം മഹത്വമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. അല്ലെങ്കിൽ എത്രമാത്രം ശ്രേഷ്ഠതയിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം എന്നുള്ളതും നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ്. കേരളത്തിന്റെ ഒരു സാമൂഹ്യ ചരിത്രം നമ്മൾ പഠിച്ചാൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സംസ്കാരവും വളരെ പ്രധാനപ്പെട്ടതാണ്.